ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന ചാപ്റ്ററാണ്. ഇന്നത്തേത് 4ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 3 ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഗ്രേഡിൻ്റെ അക്കാഡമി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നോട്ടിൻ്റെ PDF ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അത് പറ്റാത്തവർ ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ അയച്ചു തരാം. പക്ഷേ വാട്സാപ്പിൽ അയക്കുമ്പോൾ ഉടനെ തന്നെ നോട്ട് കിട്ടണമെന്നില്ല. തിരക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടേ അയച്ചു തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രൈസ് ആൻഡ് മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ എന്താണ്, ഡിമാൻഡ് വരെയുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മൾ ഈ പറയുന്ന അവസാനം പഠിച്ച് നിർത്തിയ എന്താണ്, ഡിമാൻഡ് കർവ് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്ലൈയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഈ പേജ് നമ്പർ 135 സപ്ലൈ എന്താണെന്നും സപ്ലൈ ഷെഡ്യൂൾ എന്താണെന്നും സപ്ലൈ കർവ് എന്താണെന്നും അതുപോലെ ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്നും ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതായത് മാർക്കറ്റിംഗ് ടെക്നിക്കിന് തൊട്ട് മുൻപ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നോക്കിയപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സപ്ലൈ എന്ന് നമ്മൾ പഠിക്കും. ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ സപ്ലൈ വന്നാൽ സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും കഴിഞ്ഞ ക്ലാസ് കണ്ട കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നത്, ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഈ ഡിസ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും ഒരു കാര്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ട് എടുക്കുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പ്യുവർ എക്കണോമിക്സ് ആണെന്നറിയാമല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് തന്നെ പറഞ്ഞു പോകുന്നതാണ് എളുപ്പം. ഇപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഒരു മാർക്കറ്റിലേക്ക് ഒരു സാധനത്തിന് നമ്മൾ എത്തിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഇതൊരു കടയാണെന്ന് വിചാരിക്കുക. ആ കടയിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അവിടെ ഈ പറയുന്ന ഷെൽഫുകൾക്കകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലേ, നമ്മൾ ഇപ്പോൾ പോകുമ്പോൾ അറിയാം, കടകളിലെ പാത്രങ്ങൾക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വാങ്ങാനായിട്ട് പറ്റുന്നത്. ഇതിവിടെ എത്തിക്കുന്ന ആരാണ്, ആ കമ്പനിയാണ് അല്ലേ. ഒരു കമ്പനിയിൽ നിന്ന് ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് അതെന്ത് ചെയ്യുന്നു, കടകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഒരു കടയിൽ ഒരു സമയത്ത് വിൽക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സപ്ലൈ എന്ന് വിളിക്കുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇവിടെ സേവനങ്ങൾ വരുന്നുണ്ട്, ആർ മെയ്ഡ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ബൈ ദ സെല്ലർ ഈസ് കോൾഡ് സപ്ലൈ അല്ലേ. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു മാർക്കറ്റിൽ ഒരു നിശ്ചിത സമയത്തിൽ, അത് ഇപ്പോൾ ഞാനൊരു കടയിൽ സാധനം വാങ്ങാൻ പോവുകയാണ്. സാധനം വാങ്ങാൻ പോയിട്ട് ഞാനിപ്പോൾ ഒരു എന്താ വാങ്ങാൻ പോകുന്നത്, ഞാൻ എൻ്റെ വീട് പണി നടക്കുകയാണ്, എനിക്ക് കുറച്ച് സിമൻറ്റ് വേണം. ഞാൻ പോയിട്ട് പറയണം, എനിക്കൊരു 10 ചാക്ക് സിമൻറ്റ് വേണം. അപ്പോൾ ആ കടയ്ക്കകത്ത് ആ പറയുന്ന അളവിലുള്ള സിമൻറ്റ് ചാക്കുകൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ കടക്കാരനും ആ കടയിലേക്ക് വിൽക്കാനുള്ള അളവ് സാധനങ്ങൾ കൊണ്ട് നിരത്തി വെച്ചേക്കുമല്ലോ, അല്ലെങ്കിൽ സപ്ലൈ ഗോഡൗൺ അത് സൂക്ഷിച്ച് വെച്ചേക്കുമല്ലോ, റെഡി ടു സെൽ, വിൽക്കാൻ റെഡി ആയിട്ട് വെച്ചേക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്, സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ദ സപ്ലൈ ഓഫ് എ കൊമോഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി, അളവാണ്, ദറ്റ് ഈസ് റെഡി ടു ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് എ ഗിവൺ പ്രൈസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒന്നുകൂടെ പറഞ്ഞേ, ദ സപ്ലൈ ഓഫ് എ കൊമോഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ready to be sold in the market at a given price for a specific period of time. എന്ന് വെച്ചാൽ എന്താ, ഒരു അളവിൽ അല്ലെ, ഒരു മാർക്കറ്റിൽ വിൽക്കാൻ പാകത്തിന് നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് വിൽക്കാനായിട്ടല്ലേ, നമ്മൾ MRP ഒക്കെ അടിച്ച് വിൽക്കാനായിട്ടുള്ള ലെവലിൽ ഒരു സ്ഥലത്ത് എത്രത്തോളം സാധനമുണ്ട്, അത് വിൽക്കുന്നത് ഒരു ഗിവൺ പ്രൈസിലായിരിക്കും, ആ ഒരു നിശ്ചിത സമയത്തിൽ എത്ര സാധനങ്ങളുണ്ട് എന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സപ്ലൈ എന്ന് വിളിക്കുന്നത്. കാണാതെ പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, ദ സപ്ലൈ ഓഫ് എ കൊമോഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി റെഡി ടു ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് എ ഗിവൺ പ്രൈസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞേ, ദ സപ്ലൈ ഓഫ് എ കൊമോഡിറ്റി is the quantity ready to be sold in the market at a given price for a specific period of time. ഒന്നുകൂടെ, the supply of a commodity എന്ന് വെച്ചാൽ എന്താണ്, it is the quantity, അളവ്, ready to be sold in the market at a given price for a specific period of time-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സപ്ലൈ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന സപ്ലൈ ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളാണ്.
ഈ പറയുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ സപ്ലൈയും അത് വിൽക്കുന്ന പ്രൈസ്, ഓക്കെ, അത് വിൽക്കുന്ന വില, ഇത് തമ്മിലുള്ള ബന്ധത്തെ നമ്മളൊരു ടേബിളിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു ടേബിളാണ്. അത് എന്ത് കാണിക്കും? ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് ഡിഫറൻറ്റ് പ്രൈസ് ലെവൽ ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു സമയത്ത് അല്ലേ വിലയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് സപ്ലൈയിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇതാണ് ഒരു സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ഒരു കോളത്തിനകത്ത് വിലയുണ്ടാവും, മറ്റൊന്നിനകത്ത് എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുണ്ടാവും. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, വില കൂടുന്നതിനനുസരിച്ച് സപ്ലൈയും എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? കൂടുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. ഇത് സിമ്പിൾ ലോജിക്കാണ്. ഞാനൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്താണ്? ഒരു കച്ചവടക്കാരനാണ്. ഞാനൊരു സാധനത്തെ ഉൽപ്പാദിപ്പിച്ചു. ആ ഉൽപ്പാദിപ്പിച്ച സാധനത്തിന് ഞാനിട്ട MRP എന്ന് പറയുന്ന 5 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ 5 രൂപയുടെ സാധനം എവിടെ എത്തി? മാർക്കറ്റിലെത്തി. അതൊരാൾ വന്ന് എന്ത് ചെയ്തു? വാങ്ങിക്കൊണ്ട് പോയി. ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഇയാൾ എല്ലായിടത്തും പറഞ്ഞു ഇത് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. കടയിൽ എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്തു. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ് അല്ലേ? ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും എനിക്കറിയാം ഈ സാധനം ഞാൻ 5 രൂപയെന്നുള്ളത് ഞാനൊരു 6 രൂപയ്ക്ക് വിറ്റാലും ആൾക്കാരിത് വാങ്ങും. ഞാനൊരു 7 രൂപയ്ക്ക് വിറ്റാലും ആൾക്കാർ വാങ്ങും. വീണ്ടും ഡിമാൻഡ് കൂടിയ ഒരു 8 രൂപയ്ക്ക് വിറ്റാലും ആൾക്കാർ വാങ്ങുമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? സാധനത്തിൻ്റെ വില അങ്ങോട്ട് കൂട്ടുകയും ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം സാധനങ്ങൾ അവിടെ കടയിലെത്തിക്കുകയും ചെയ്യും. ഞാൻ ഈ കടയിലെത്തിക്കുന്ന ഇതിനെയല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സപ്ലൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സാധനത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് അതുണ്ടാക്കുന്ന ആൾ എന്ത് ചെയ്യും? മാക്സിമം സാധനത്തിൻ്റെ കടയിലേക്ക് എത്തിക്കും. കാരണം എങ്കിലേ മാക്സിമം എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടുള്ളൂ. കാരണം 5 രൂപയ്ക്ക് വിറ്റപ്പോഴും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതായത് എനിക്കിത് ഉൽപ്പാദിപ്പിക്കാൻ ചിലപ്പോൾ 4 രൂപ മതി. ഒരു സാധനം വയ്ക്കുമ്പോൾ എനിക്ക് 1 രൂപ പ്രോഫിറ്റ് കിട്ടും. ആലോചിച്ച് നോക്ക്, ഇതേ സാധനം 7 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങാൻ റെഡിയാണെങ്കിൽ എന്തായി? എനിക്ക് 2 രൂപയും കൂടി എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടൂലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രൊഡക്ഷൻ മാക്സിമം സ്പീഡപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഞാൻ മാക്സിമം സാധനങ്ങൾ കടയിൽ എത്തിക്കാനായിട്ട് നോക്കും. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കൂടുമ്പോൾ ഞാനത് മാക്സിമം എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. ഇതിനാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സപ്ലൈ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ അതൊരു ടേബിളാണ്. അത് എന്ത് കാണിക്കും? ക്വാണ്ടിറ്റി സപ്ലൈഡും അറ്റ് ഡിഫറൻറ്റ് പ്രൈസ് ലെവലാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? when the price increases, വില കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. വില കുറഞ്ഞാൽ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. ഇതാണ് എന്ത്? സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈ ഷെഡ്യൂളിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഗ്രാഫായിട്ട് വരച്ച് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സപ്ലൈ കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, when the supply schedule is represented in a graph, it gives a supply curve. സിമ്പിളാണ്. ഞാൻ Y ആക്സിസിൽ എടുക്കുന്നത് പ്രൈസാണ്, എക്സ് ആക്സിസ് എടുക്കുന്നത് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടി പോകുന്നുണ്ട്? ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലേ? അതായത് 5 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 10 സാധനങ്ങൾ പോകുമായിരുന്നു. ഓക്കെ, അത് 10 രൂപയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 20 ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു. 15 രൂപയായപ്പോൾ ഞാനത് 30 ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു. 20 രൂപയായപ്പോൾ എന്ത് ചെയ്തു? എനിക്കറിയാം 20 രൂപ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഇനീഷ്യൽ പ്രൈസ് 5 രൂപ, 20 ആകുമ്പോൾ 15 രൂപ കൂടിയൊക്കെയാണ്. ഈ 15 എനിക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റായിട്ട് വരത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം സപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതെന്താണ്? മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് എന്തൊരു സപ്ലൈ കർവ് എന്ന് പറയും. ഓക്കെ, ഇതിൽ എക്സ് ആക്സിസ് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നു, വൈ ആക്സിസ് പ്രൈസിനെ കാണിക്കുന്നു, ABCD എന്ന പോയിന്റുകൾ ഓരോ വിലയിലുമുള്ള ക്വാണ്ടിറ്റിയെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സപ്ലൈ കർവിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഈ സപ്ലൈ കർവ് എപ്പോഴും എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയർന്നു പോകും. ഫ്രം ദ ബോട്ടം ലെഫ്റ്റ് ടു ദ റൈറ്റ് അല്ലേ? ഇതാണ് ബോട്ടം ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഇവരിൽ എന്ത് കാണിക്കുന്നു? ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ കാണുന്നു. ഒന്ന് കൂടും മറ്റൊന്നും കൂടും. സോ നമുക്ക് എന്ത് പറയാം? ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമുക്കറിയാം ഡിമാൻഡിൽ എന്ത് ചെയ്യുന്നു? വില കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് എന്തിലോട്ട് പോവുകയാണ്? ഇക്വിലിബ്രിയത്തിലോട്ട് പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇക്വിലിബ്രിയം വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നോക്ക്, നമ്മൾ പറഞ്ഞു വിലയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? വില കൂടുമ്പോൾ
ഡിമാൻഡ് കുറയും. വില കൂടുമ്പോൾ സപ്ലൈ കൂടും. ആഹാ, രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പം നമുക്കറിയാം ആൾക്കാരാണ് വാങ്ങുന്നവനാണ് എന്ത് കൊടുക്കുന്നത്? വില കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ പറയുകയാണ് എന്താണ്? വില കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പക്ഷേ വില കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവോ? ഇല്ല. ഇത് രണ്ടും കൂടി ഓപ്പോസിറ്റ് വഴിയിലാണ് പോകുന്നത്. അപ്പം ഒരു മാർക്കറ്റ് നന്നായിട്ട് പോകണമെങ്കിൽ ഇവർ തമ്മിൽ എന്ത് വേണം? ഒരു ഇക്വാലിറ്റി, ഒരു ബാലൻസ് വേണം അല്ലേ? അതായത് എന്താണ്? ഓക്കെ, വെൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻക്രീസസ്, ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ്. മറ്റിടത്ത് എന്ത് ചെയ്യേണ്ട? ഓപ്പോസിറ്റ് നടക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈക്വലായിട്ട് വരുന്ന ഒരു വിലയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ്. ഇവിടെ നോക്കിയേ, 5 രൂപയ്ക്കൊരു സാധനം നമുക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 50 കൂടുമെങ്കിൽ അതിൻ്റെ സപ്ലൈ എത്രയായിരിക്കും? 10 ആയിരിക്കും. അതായത് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമായിരിക്കും. എന്നാൽ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും 15 രൂപയ്ക്ക് സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് 30 തന്നെ, സപ്ലൈയും 30 തന്നെ. അതായത് ഈ ഒരു ഉൽപ്പന്നം ആ നാട്ടിൽ വിറ്റുപോവേണ്ട മാന്യമായ വില എന്ന് പറയുന്നത് 15 ആണ്. 15 രൂപയ്ക്ക് വിറ്റാൽ ആവശ്യത്തിന് ഡിമാൻഡും ഉണ്ടാവും, ആവശ്യത്തിന് സപ്ലൈ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ വിലയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രാഫിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് അങ്ങ് വരയ്ക്കണം. ഈ മുകളിൽ നിന്ന് താഴോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഇതാണ് എന്താ? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് എന്ത്? സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് വരച്ചാൽ ഒരു നിശ്ചിത പോയിന്റ് എത്തുന്ന സമയത്ത്, ഒരു ഗിവൺ പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ആ പോയിന്റിൽ ഈ ഉൽപ്പന്നത്തിന് എത്ര വിലയുണ്ടോ അതാണെന്ത്? ആ ഉൽപ്പന്നത്തിൻ്റെ ഇക്വിലിബ്രിയം വില എന്ന് പറയുന്നത്. സ്വർണ്ണം എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വർണ്ണത്തിന് ഇപ്പോൾ ഒരു 50,000 രൂപ വിലയുണ്ടെന്ന് വിചാരിക്കുക. 50,000 രൂപ വിലയുള്ളപ്പോൾ നമുക്കറിയാം ഡിമാൻഡ് ഭയങ്കര കുറവാണ്. ഓക്കെ, 50 രൂപയ്ക്ക് 50,000 രൂപ വാങ്ങാൻ ആൾക്കാരില്ല, ഭയങ്കര കുറവാണ്. പക്ഷേ എന്താണ്? 50,000 രൂപയ്ക്ക് ഒരുത്തനെങ്കിലും വാങ്ങിച്ചു പോയി ലാഭം കിട്ടട്ടെ എന്ന് വെച്ചാൽ ആൾക്കാർ എന്ത് ചെയ്യും? കടക്കാരെന്ത് ചെയ്യും? മാക്സിമം സാധനങ്ങൾ സപ്ലൈ ചെയ്ത് മാർക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ നിന്ന വലിയ കാര്യം നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വില പതുക്കെ കുറയണം. ഓക്കെ, ഈ 50 രൂപ എന്ന് പറയുന്ന വില എന്ത് ചെയ്യണം? കുറഞ്ഞ് ഒരു 25,000 രൂപ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും. എക്സാമ്പിൾ പറയണേ, അതായത് 25,000 രൂപയ്ക്ക് ഒരു ആൾക്കാർക്ക് ഇത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഡിമാൻഡ് അത്യാവശ്യത്തിനുണ്ടാവും. 25,000 രൂപയ്ക്ക് വിറ്റെന്ന് വെച്ചാൽ കടക്കാർക്കും വലിയ നഷ്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ അവർക്കും തെറ്റില്ലാതെ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിലയിൽ ആ ഉൽപ്പന്നം അവിടെ നിൽക്കുകയാണെങ്കിൽ ആ രണ്ട് കൂട്ടുകാർക്കും ഗുണമാണ് അല്ലേ? വലിയ നഷ്ടവും വരത്തില്ല, വാങ്ങുന്ന ആൾക്ക് നഷ്ടം വരത്തില്ല, വിൽക്കുന്ന ആൾക്ക് നഷ്ടം വരത്തില്ല. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ ഡിമാൻഡും സപ്ലൈയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ചാൽ എന്താ ഇവിടെ കാണുന്നതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പ്രൈസ്. പറഞ്ഞേ, ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പ്രൈസ്. ഏതൊരു വിലയിലാണോ ഡിമാൻഡും സപ്ലൈയും തുല്യമാവുന്നത് അതിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ആ സമയത്തുണ്ടാവുന്ന ഡിമാൻഡിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്നും, അല്ലെങ്കിൽ ആ സമയത്ത് സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാം? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയാനായിട്ട് പറ്റും. അതായത് രണ്ടും കൂട്ടിമുട്ടുന്ന സമയത്തുണ്ടാകുന്ന വില എത്രയാണോ ഇതാണ് എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം പ്രൈസിൽ സാധനങ്ങൾ വിറ്റുപോയാൽ ആ മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റാണ്. പക്ഷേ ഇത് നോർമലി നടക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യും? ഈ ഇക്വിലിബ്രിയം എത്താനാണ് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ആ പോയിന്റ് നമ്മൾ എടുത്താൽ അടുത്ത ഡിമാൻഡും സപ്ലൈയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് അറ്റ് വിച്ച് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ ആണല്ലോ. പക്ഷേ ഇതെപ്പോഴും മാർക്കറ്റിൽ നടക്കൂ? ഇല്ല, ഇത് നടക്കത്തില്ല. പക്ഷേ ഇതിലോട്ട് എത്താൻ മാർക്കറ്റ് സ്വയം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നാച്ചുറൽ ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇത് ഈക്വൽ അല്ലാതെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷൻ എടുക്കാം. എന്താ സംഭവിക്കുക? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ? ഡസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം നോ. ഇക്വിലിബ്രിയം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യത്തില്ല. നോക്കിയേ, ഇവിടെ ഈ 15 രൂപയ്ക്ക് ഞാൻ ഈ സാധനം വിറ്റാൽ അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ സപ്ലൈയും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഉള്ളതാണ് എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. പക്ഷെ നോക്ക്, വില കൂടുന്നു എന്ന് വിചാരിക്കുക. വില എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഡിമാൻഡ് കുറയും, സപ്ലൈ കൂടും. അങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക മാർക്കറ്റിൽ? ഓക്കെ, വാട്ട് മേ ബി ദ ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് ഇൻ എ സിറ്റുവേഷൻ വെയർ ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഡിക്രീസസ്.
ആൻഡ് അവൈലബിലിറ്റി അല്ലെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്ത് എന്ത് പറ്റും? ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും? കുറയും. അതായത് ഡിമാൻഡ് ഇല്ല. അതായത് ഞാനൊരു സാധനം കൊണ്ട് മാർക്കറ്റ് വിൽക്കായിട്ടു, ഇത് വാങ്ങാൻ ഒരുത്തനുമില്ല, പക്ഷെ കാലങ്ങളോളം എനിക്ക് ഈ മാർക്കറ്റ് ഇതിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം വിൽക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വില കുറയ്ക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും സാധനം ഇവിടെ മാർക്കറ്റിൽ എത്തിക്കേണ്ട, ഡിമാൻഡില്ല, വാങ്ങാളില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് കുറച്ച് എന്ത് ചെയ്താൽ മതി? ഉണ്ടാക്കിയാൽ മതി. അത് ഞാനൊരു ബേക്കറിക്കാരാണ്, ഞാൻ പപ്സാണ് ഉണ്ടാക്കുന്നത്. പപ്സ് ബേക്കറി പണ്ട് നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു നിയമം വന്നു, അല്ലെങ്കിൽ വാർത്ത വന്നു, പപ്സിനകത്ത് ചേർക്കുന്നത് മൃഗക്കൊഴുപ്പാണ്. അപ്പോൾ പിള്ളേരൊന്നും ഇതിപ്പോൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ സാധനം ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ വിറ്റ് പോകുന്നില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിറ്റ് പോകുന്നില്ല. ഒരു ദിവസം വിറ്റ് പോയില്ല, കുഴപ്പമില്ല. 2 ദിവസം വിറ്റ് പോയില്ല, 3 ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും സാധനം മാർക്കറ്റിൽ എത്തിച്ചാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പർ ഇറക്കും, വില അങ്ങ് കുറയ്ക്കും. 7 രൂപയ്ക്ക് വിറ്റ്, 10 രൂപയ്ക്ക് വിറ്റ് വന്ന പപ്സ് ഞാൻ പറയും ഇപ്പോൾ ഓഫർ കിടക്കണം 8 രൂപയാണ്, ആരെങ്കിലും വാങ്ങണുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വില എന്ത് ചെയ്യും? കുറയും. അപ്പോൾ 8-ന് ആൾ വാങ്ങാനില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? ഇതിന് കുറച്ച് ഉണ്ടാക്കിയാൽ മതി, കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ പൈസ പോകുമല്ലേ. 15 പപ്സ് ഞാൻ ബേക്കറി കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ പറയത്ര ഒരു 5 എണ്ണം ഇനി കൊടുത്താൽ മതി, അല്ലെങ്കിൽ 5 എണ്ണം ഉണ്ടാക്കിയാൽ മതി. പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. ഇൻക്രീസ്ഡ് ഇൻവെൻട്രി, അതായത് ഞാൻ ഉണ്ടാക്കിയ സാധനം മാർക്കറ്റ് കെട്ടിക്കിടക്കും അല്ലേ, എൻ്റെ ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കും, വിറ്റ് പോകത്തില്ല. ഇനി ഇത് ഒരുപാട് ദിവസം പോയി കഴിഞ്ഞാൽ എനിക്ക് ലാഭം കിട്ടാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കച്ചവടം മുടക്കി മാർക്കറ്റ് എക്സിറ്റ്, ഞാൻ ബിസിനസ്സും കൂടിയിട്ട് പോകും. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണോ? അല്ല. ഇനി ഇത് മാറുക എന്ന് വിചാരിക്കുക, അതായത് എന്താ പറ്റുന്നത്? നോക്കിയേ, വില എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. ഈ വില കുറച്ച കേസ് നിങ്ങൾ എടുക്കല്ലേ, ഇത് ഇവിടെ വേണ്ട പറഞ്ഞു. ഓക്കെ, ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കൂടിയിരിക്കുകയാണ്. പക്ഷെ സപ്ലൈ എന്താണ്? കുറവാണ്. ഡിമാൻഡ് കൂടുതൽ, സപ്ലൈ കുറവാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്താ മാർക്കറ്റിന് ഉണ്ടാവുക? വാട്ട് മേ ബി ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റിൻ സിറ്റുവേഷൻ എന്താ? ഡിമാൻഡ് ഭയങ്കരമാണ്, പക്ഷേ സപ്ലൈ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? അതായത് ഞാനിപ്പോൾ വീണ്ടും പപ്സ് കൊണ്ടുവന്ന് വയ്ക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന പപ്സ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പിള്ളേർ ക്യൂ നിൽക്കുകയാണ് വാങ്ങാനായിട്ട്. ഓക്കെ, 3 പപ്സ് ഇരിക്കുകയാണ്, ഇവിടെ 30 പിള്ളേർ നിന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് വേണമെന്ന് പറയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കൊള്ളാലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രൈസ് അങ്ങ് കൂട്ടും. 8-ന് വിറ്റുകൊണ്ടിരുന്ന 10-ന് വിറ്റുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയും 15 രൂപയാണ് പപ്സ്, വേണമെന്നുള്ളത് വാങ്ങിച്ചാൽ മതി. ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? വാങ്ങാൻ ആളുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ സാധനത്തിൻ്റെ വില എന്ത് ചെയ്യും? കൂടും. പറ്റുന്നത് എന്താ? ബാക്കിയുള്ള പാവങ്ങൾക്ക് അത് വാങ്ങാനുള്ള ഒരളവ് കിട്ടത്തില്ല. ഓക്കെ, ഷോർട്ടേജ് ഉണ്ടാകും അല്ലേ, സാധനം വിറ്റുപോകാത്ത അവസ്ഥ വരും. കടയിൽ ആൾക്കാർ ഒന്ന് ചോദിക്കുന്നു, സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും, അവർ ഇട്ടിട്ട് പോകും. മറ്റൊന്ന് റേഷനിങ്, അതായത് പറയാണ് ഞാൻ ടോക്കൺ എടുക്കുന്ന ആദ്യത്തെ 10 പേർക്ക് മാത്രമേ സാധനം വിൽക്കുകയുള്ളൂ. അതായത് അളന്ന് മുറിച്ച് ഞാൻ ആൾക്കാർക്ക് സാധനം എന്ത് ചെയ്യും? കൊടുക്കും. ഇനി ബ്ലാക്ക് മാർക്കറ്റ്, സിനിമ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് അല്ലേ, സിനിമയ്ക്ക് ഭയങ്കര തിരക്ക്, സൂപ്പർ ഹിറ്റ് പടമാണ്, ഇപ്പോൾ മാർക്കോ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ കുറേ പേര് എന്ത് ചെയ്യും? ഇത് നൈസായിട്ട് ആദ്യമേ വാങ്ങിച്ച് പൂഴ്ത്തി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വരുമ്പോൾ പറയും ഒരു ടിക്കറ്റ് ഉണ്ട്, വില 150 രൂപയാണ്, 250 രൂപ എന്നാൽ ഞാൻ ഇപ്പോൾ തരാമെന്ന് പറയും. ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൂടിയ വിലയ്ക്ക് വാങ്ങിക്കും. അപ്പോൾ അത് സാധാരണക്കാർ ഇത് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു കാര്യമല്ല. ഡിമാൻഡ് കൂടി നിൽക്കുന്നതും സപ്ലൈ കൂടി നിൽക്കുന്നതും നല്ലൊരു കാര്യമല്ല. ഇത് രണ്ടും എപ്പോഴും ഈക്വലായിട്ട് നിൽക്കുന്നതാണ് എന്താ നല്ലത്. അപ്പോൾ ഈ പറയുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? ഡിസ്ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ലാതിരിക്കുന്ന അവസ്ഥ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫിൽ ഈ നടുക്കത്തെ പോയിന്റ് ഒഴിച്ച് മറ്റേത് പോയിന്റ്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ ഒരു പോയിന്റ് എടുക്കുക, നമുക്ക് കാണാൻ പറ്റും എന്താണ്? സപ്ലൈയും ഡിമാൻഡും ഈക്വൽ അല്ലാതിരിക്കുന്ന അവസ്ഥ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ദ കണ്ടീഷൻ ഇൻ വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ നോട്ട് ഈക്വൽ ഇൻ ദ മാർക്കറ്റ് ഈസ് കോൾഡ് ഡിസ്ഇക്വിലിബ്രിയം. നല്ലൊരു കാര്യം അല്ല. സോ എന്ത് ചെയ്യും? മാർക്കറ്റ് എപ്പോഴും ഇത് നടക്കാതിരിക്കാൻ, അതായത് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം എത്തിക്കാനായിട്ട് എന്ത് ചെയ്യും? ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. എങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ വില എന്ത് ചെയ്യും? കൂടും. വില കൂടുമ്പോൾ നോർമലി നമുക്ക് വാങ്ങാനുള്ളൊരു ടെൻഡൻസി എന്ത് ചെയ്യും? കുറയും. നമുക്ക് വാങ്ങാനുള്ളൊരു ടെൻഡൻസി കുറവ്, അല്ലെങ്കിൽ നമ്മളുടെ കാശിൻ്റെ കുറവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പർച്ചേസിങ് പവർ കുറയുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാങ്ങാനുള്ള കഴിവ് എന്ത് ചെയ്യും? കുറയും. അതായത് ഇപ്പോൾ കാശുള്ളവന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഐഫോൺ ഇറങ്ങി, ഭയങ്കര ഡിമാൻഡാണ് ഐഫോൺ അല്ലേ, അതുകൊണ്ട് ഐഫോണിൻ്റെ വില അങ്ങ് കൂടുകയാണ്. 1,00,000, 1,00,000, 1,15 ലക്ഷം. ഈ 1,00,000 കൊടുത്ത് വാങ്ങിക്കാൻ സാധാരണക്കാരന് പറ്റുമോ? ഇല്ല. പർച്ചേസിങ് പവർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് പവർ കുറയുമ്പോൾ നോർമലി അതിൻ്റെ ഡിമാൻഡും എന്ത് ചെയ്യും? കുറയും. അതായത് 100 പേര് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. അതിൻ്റെ വില കൂടിയപ്പോൾ എന്ത് ചെയ്തു? 50 പേർക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? 50 പേര് കുറയുമ്പോൾ എത്രയായിട്ട് കുറയും? 100 എന്നുള്ളത് 50 ആയിട്ട് കുറയും. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ പ്രോഫിറ്റ് കുറയും അല്ലേ, അവന് വിറ്റ് പോകുന്ന സാധനത്തിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അവൻ നോർമലി എന്ത് ചെയ്യും? അവൻ വില എന്ത് ചെയ്യും? കുറയ്ക്കും.
വില എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? വില കുറയും. വില കുറയുമ്പോൾ എന്ത് ചെയ്യും? ബാക്കി 50 പേരും കൂടെ വന്നിട്ട് പറയും എനിക്കും വേണമെന്ന് പറയും. ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇത് രണ്ടും ഈ ത്രാസി കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇരിക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് പറ്റും? പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പോൾ ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ എന്ത് പറ്റും? ഈ ആൾക്കാർക്ക് ഡിമാൻഡ് കുറയും. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഇതാണ് സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തലയിൽ കയറിയില്ലെങ്കിൽ ഒന്നിരുന്ന് വായിച്ചു നോക്കിയേ. വെൻ ദ ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് മോർ ദാൻ ദ സപ്ലൈ. ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? വില കൂട്ടി വിറ്റാലും കൂടുതൽ പ്രോഫിറ്റോടെ കിട്ടും. പക്ഷെ അപ്പോൾ എന്ത് പറ്റും? കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറോടെ കുറയും. അപ്പോൾ എന്ത് പറ്റും? പ്രൊഡ്യൂസേഴ്സിന് വില കുറയ്ക്കേണ്ടതായിട്ട് വരും. കാരണം ഡിമാൻഡ് കുറഞ്ഞു പോകും. അപ്പോൾ എന്ത് പറ്റും? വില കുറയും. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിലോട്ട് എത്തും. സോ മാർക്കറ്റ് സ്വന്തമായിട്ട് എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എക്കണോമിക്സ് ആണ് ആദ്യം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടാൽ മതി, പിടികിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. വില കൂടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് വെച്ച് പറയാം. ഓക്കെ, ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും. വില കൂടുമ്പോൾ വാങ്ങാനുള്ള ടെൻഡൻസി കുറയും. പർച്ചേസിംഗ് പവർ കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും ആദ്യത്തെ അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാകും. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ഒന്നുകിൽ എന്ത് ചെയ്യുക? നിങ്ങളത് എന്തായിട്ട് ചോദിക്കുക? കമൻ്റായിട്ട് ചോദിക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിലെന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.